എന്റെ കോഴിമാമ്പറമ്പിൽ ഭഗവതി രക്ഷിക്കണേ. അത് കരയാ? അത് കരയൂല, അതാണ് മന്നാടിയാന്മാരുടെ മന്നാടിപുരം. മന്നാടിയന്മാരുടെ മാത്രമല്ല, ഞങ്ങൾ പോലീസുകാരും മന്നാടിപുരത്തുകാരാ. ഒന്ന് പോടോ, പറഞ്ഞ് പേടിപ്പിക്കാതെ. അതിന് താനിപ്പോ പോലീസുകാരനാണോ? അതേടോ, സസ്പെൻഷനിലാണെങ്കിലും പോലീസുകാരൻ എന്നും പോലീസുകാരനാ. വക്കീലേ, ഈ നാടിന്റെ ശാപങ്ങളാ ആ മന്നാടിയന്മാരും കൊമ്പനാനയുടെ സ്വഭാവമുള്ള അവരുടെ പെങ്ങളും. ആനയുടെയോ? അതെ, ഒന്നിച്ചാ അവര് ജനിച്ചത്. ആ ആനയ്ക്കും ആർച്ചെന്ന പേര്, അവൾക്കും ആ കൊമ്പന്റെ സ്വഭാവം തന്നെയാ. താൻ വിസ്തരിക്കണ്ടോ? ശരിയാവില്ലേ വക്കീലേ? ഞാൻ ഏറ്റില്ലേ? വാദിച്ച് 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 അവളെ കൈ തരുമെന്ന്. എന്താ പോരെ? മതി, അത് മതി വക്കീലേ. കോടതിയിൽ ആർച്ചയുടെ തോലുരിയണം. അവൾക്കെന്തെങ്കിലും മാനക്കേട് വന്നാ പിന്നെ അവളുടെ ആങ്ങളമാർ സഹിച്ചിരിക്കില്ല. അപ്പൊ അവന്മാര് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അവരെ കൊണ്ടുള്ള ശല്യം ഒഴി. അങ്ങനെ ആർച്ച എനിക്ക് സ്വന്തമാകും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എവിടാണോ പുഴ കരയുന്നേ? ആര് വക്കീലന്മാരുടെ ശവം വീണ ഈ പുഴ കരയല്ലാതെ പിന്നെ ചിരിക്കോ? അയ്യോ, മന്നാടിയന്മാർ. ഗജേന്ദ്ര മന്നാടിയാർ, വീരേന്ദ്ര മന്നാടിയാർ, നരേന്ദ്ര മന്നാടിയാർ. അയ്യോ, വഞ്ചി റിവേഴ്സ് പോട്ടോ. എന്റെ കേസ് വിളിച്ചാവോ? എത്തിയല്ലോ. വക്കീലിനെ വിളിക്കാൻ പോയിട്ട് നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? അയാൾ എവിടെ പോയി? അയാള് പോയി. എങ്ങോട്ട് പോയി? ജീവൻ കൊണ്ട് ഓടി. ആരാ ഈ ജീവൻ? എന്തിനാ അയാളെ കൊണ്ട് പോയത്? അയാളെ റാഞ്ചി വിട്ടപ്പ. ആര് റാഞ്ചി? മന്നാടിയന്മാര് റാഞ്ചി. അയ്യോ വക്കീലേ, എവിടെ പൂമാരൻ? എന്റെ മന്നാടിയന്മാരുടെ പുന്നാര പെങ്ങക്ക് പൂ കൊടുത്ത പണി കഴിവറ മോനെ. അവൾ എന്റെ പെങ്ങളാ, ഇവരാങ്ങളമാരും. അവളെ തൊട്ട് കളിച്ചാൽ നിന്നെ ഞാൻ കോടതി കയറ്റും. കോടതി, സുപ്രീം കോടതി. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഞങ്ങളാ ഇവിടുത്തെ കോടതി. ഈ മന്നാടിപുരം മണ്ണ് ഞങ്ങളുടേതാ. ഞങ്ങൾ ഇനിയും ഇവിടെ ഭരിക്കും. ഞങ്ങളുടെ പൊന്നാര പെങ്ങളെ തൊട്ട് കളിക്കാൻ പട്ടി കരുതണ. ഇനി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാടാ വക്കീലന്മാരെ. വാടാ. ആനക്കൂട്ടത്തിലെ ആടെ തുള്ളിക്കാൻ പോയിട്ട് തുള്ളിക്കൊണ്ടു നിൽക്കുന്നു. മന്നാടിയന്മാരെ അടക്കാൻ കഴിയില്ലെങ്കിൽ നീക്കുന്ന കാക്കിട്ട് കിടക്കുന്നു. മാമ പിന്നെ കാവ്യാണ് ഇട്ടിരിക്കുന്നേ. അല്ല, ആനയ്ക്കാവാത്തത് അണ്ണാനാവോ മാമ? ചില അണ്ണന്മാർക്ക് കഴിയൂടാ വരുമോനെ. ഇനി മന്നാടിപുരത്ത് 2 പോലീസ് വേണ്ട. ഒന്നുകിൽ നമ്മള്, അല്ലെങ്കിൽ മന്നാടിയാർ പോലീസ്. ഇങ്ങനെ പോയാ മന്നാടി പോലീസ് മതിയെന്നാ പറയുന്നേ. ആര് പറഞ്ഞു? ആ മന്നാടിയാർ പെണ്ണ. അവൾ ആരെ? ഇവിടുത്തെ രാജകുമാരിയാ. അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യെന്നായി. അവളെയും അവളുടെ ആങ്ങളമാരെയും അടക്കിയിട്ട് SI പരവഞ്ഞ് വീട്ടിലേക്കുള്ളൂ. എന്നാ മാമിയോട് ചെന്ന് പറയട്ടെ, മാമനെ മറന്നേക്കാൻ. ആർച്ച വരണ്ടു. ആർച്ച തരേണ്ടത് ഇവിടെയാണോ പറയുന്നത്? വരണ്ടതല്ല, വരണ്ടു. അവള് വരേണ്ടതിന് നമ്മളെന്ത് വേണം? മാമ, വരേണ്ടത് അവളല്ല, മന്നാടിയന്മാരുടെ ആർച്ചാന്ന കൊമ്പനാനയാ. മതി, മന്നാടിയന്മാരകത്താക്കാൻ ഇത് മതി. ആദ്യം ആന, പിന്നെ ആനയുടെ ഉടമ ഗജേന്ദ്ര മന്നാടിയാർ. അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആനയല്ലട മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാൻ വന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലേ, എന്താ? എടുക്ക്. എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ, നിനക്ക് സംശയമുണ്ടോ?
പൊട്ടാറായോ? അയ്യോ അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ നില്ലാണ്. തളക്കലോ പാപ്പ ഞാനേ. അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവനെന്താ ചാരായ കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയെന്ന്. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കിട്ടിയാലേ അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ, ഈ ജന്തുവിനെ ആരെങ്കിലും കയറെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണല്ലോ, നീ ഇങ്ങോട്ട് കയറി വരണോ? പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. അയ്യോ, വേദനമ്മ. കുറെ നേരമായല്ലോ മനുഷ്യൻ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ, അയ്യോ, ആരാ? അയ്യോ, നീ രക്ഷപ്പെട്ടു. അയ്യോ, ആരെങ്കിലും ഒന്ന് പിടിക്കണേ. അയ്യോ, സ്ലിപ്പാവുന്നു. എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ, അമ്മേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ അപ്പൊ കാട്ടി പോവാൻ തന്നെ തീരുമാനിച്ചോ? നിന്റെ പെട്ടി കൂടെ കൊണ്ടുപോടാ. പോടാ കഴുതേ. ആരാ നിന്റെ പാപ്പാൻ? കാട്ടാനാണോ കാട്ടാനാണോ? അയ്യോ, ഞെളിഞ്ഞിരിക്കാതെ ആനയെ തളക്കണ പാപ്പാനെ. പാപ്പാനാ? പാപ്പാ നിന്റെ മറ്റവൻ. അയ്യോ, നിൽക്കാനാ പറഞ്ഞത് ആനേ. വണ്ടി പുറകോട്ടാ. സാറേ, അതും സാറാ, സേതു സാറ്. ഏത് കൂത്താലത്തെ സാറ്? അയ്യോ, ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ മസ്തം നോക്കി വെക്കലാ വെടി. മാമ, മുകളിലിരിക്കുന്ന ജന്തുവിനെയോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ വെടി. വെടി വെക്കാൻ പറഞ്ഞാൽ ആത്തി കൊണ്ട് വെടി വെക്കാൻ പറ്റിയ മാനെ. ഇനി അവൻ മന്നടിയന്മാരുടെ വീട്ടിലെ നിൽക്കൂ. അല്ലെങ്കിൽ മന്നാടിയന്മാർ ഇവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാതെ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈ നോക്കട്ടെ. കൈനോട്ടം കൊണ്ടൊന്നും ആനയെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനെവിടെ? ഈ ജന്തുവിന്റെ പാപ്പാനെവിടെ? നിർത്തൂ, നിർത്തൂ, വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. കരിഭൂതങ്ങള്! അയ്യോ, പിടിയിടാ അവനെ. പിടിക്കാൻ വരുന്നത്. അയ്യോ, കരിഭൂതങ്ങൾ പിടിക്കാൻ വരുന്നത്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് ഞങ്ങളാണ്. ആഹാ, ഏമാമാരായിരുന്നു. മനസ്സിലായില്ല ഇതൊക്കെ. എന്താടാ? ആനയെ തളച്ചു, നമ്മുടെ ആർച്ചാനയെ തളച്ചു. മന്നാടിയാന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാടാ ധൈര്യം ഉണ്ടായത്? പറയടാ, പറയടാ. ആനയ്ക്ക് മതവളയാൽ തളയ്ക്കാം, മന്നാടിയാന്മാർക്ക് മതവളയാൽ ഉണ്ടല്ലോ. ബസ്സിൽ വന്നൊരു പാപ്പാനായ മാനെ, ആ താപ്പാന. അവന്റെ കുടൽമാലയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മന്നാടിയാനാണോ? എല്ലാവരും കേറടാ. നീ എവിടേക്കടാ? നീ പോയി 3 മുൻകൂർ ജാമ്യം എടുത്തു നോക്കി. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ? പോടാ. കണ്ണാടിയാരെ. അണ്ണാ, ഒരു സംശയമുണ്ട്. സംശയം നിന്റെ കേരളം. വണ്ടി എടുക്കടാ. നിക്കാനേ, നിക്കാൻ. നോക്കി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഏതീ കരിമ്പൂതങ്ങള്? ആനപ്പാപ്പന്മാരാ? ആനയുടെ മുതലാളിമാരാണെന്ന് പറഞ്ഞു കൊടുക്കണ. അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനയ്ക്ക് മാച്ചായി ഡ്രസ് ഇട്ടെടുക്കാം. തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? നിർത്തടാ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ ഭ്രാന്തുണ്ടോ? ഒറ്റ തൊഴിയെ. പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ? എടാ, നോക്കിയിരിക്കാതെ താഴോട്ടിറങ്ങണ. താഴോട്ടല്ല പിന്നെ മേലോട്ട് ഇറങ്ങാൻ പറ്റൂ. കൃഷ്ണൻകുട്ടിയെ, നോക്കി നിൽക്കാതെ അയാളെ താഴ്ത്തിറക്കി നീ മോളിൽ കയറി. സ്ലിപ്പാവുന്നുണ്ട്. ഏത് കാല്? ഞാൻ പിടിക്കാൻ അങ്ങോട്ട് വാ. കൈ തരാം. ഇങ്ങോട്ട് വാ. പിടിച്ചോ. ആനതേ ഇവന്റെ അടുത്ത് കളിക്കുന്നവർ എന്റെ അടുത്ത് കളിച്ചിട്ടില്ലേ? മോന്താടെ ശൈപ്യം മാറ്റി കളയും. ഈ മതയാനെ അതിന്റെ പാപ്പന്മാരെ അറസ്റ്റ് എന്തിനാ? എന്തിനാണെന്നോ? കൊലയാരിയെ കയറൂരി വിട്ടതിന്, പെരുവഴി കുളം തോണ്ടിയതിന്, സർക്കാർ വണ്ടി ശവവണ്ടി ആക്കിയതിന്, എന്നെ പോലെ ഒരു അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനെ മാടിയതിന്. മനസ്സിലായോ? എടോ, കാട്ടാനകളെ വാങ്ങിയാ പോരാ, നേരെ വളർത്താനും പഠിക്കണം. പട്ട കൊടുക്കുന്നവരൊരു പട്ട കുടിപ്പിച്ചാൽ അതിനെ വളർത്തേണ്ടത്. ആനയെ അറസ്റ്റ് ചെയ്യൂ. IPC 420 വകുപ്പ് പ്രകാരം ഈ സാമൂഹിക വെടിവെച്ച് കൊല്ലാൻ റൈറ്റ് ഉണ്ട്.
അതിന് റൈറ്റ് അല്ല റൈഫിളാണ് വേണ്ടത് അറിയാം. എന്റെ ഈശ്വര, താൻ ഇതുവരെ ജാമ്യം എടുക്കാൻ പോയില്ലേ? ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു വക്കീലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മന്നാടിയാരെ. ഇവിടെ ഒരു അടിക്ക് സ്കോപ്പ് ഉണ്ട്. ഞാൻ നോക്കണ്ട, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഈ ആളാ അങ്ങനെ അങ്ങ് പോയാലോ? നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാ മതി. അവന്റെ കുറുമ്പിന് ആർക്കടാ നഷ്ടപരിഹാരം തരേണ്ടത്? തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കൈ നീട്ടടാ, ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാ. ആർക്കാടാ നഷ്ടപരിഹാരം വേണ്ടത്? എനിക്ക് വേണം. എന്നാ പിടിക്കടാ. ക്ഷമിച്ചിരിക്കുന്നു. വഴിപോക്കറാണെന്ന് കരുതിയ ഈ സ്ഥലം വെടക്ക് വണ്ടി എടുക്കടാ. മണ്ണിനുണ്ടോ വടക്കും തെക്കും? നീ ഇവിടെ വടക്ക് നോക്കുന്നു, ബസ് പോകും. ഞാനുണ്ട്. ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ മന്നാടിയാന്മാരുടെ കരണത്താ കൊണ്ടത്. അല്ലേ മോനെ, അടി മുഴുവൻ എന്റെ കാരണത്താ കൊണ്ടത്. നീയായിരുന്നോ? തിന്നുന്ന ചോറിൽ മണ്ണിടരുത് മാമാ. നീ മണ്ണിടെന്നറിയാവുന്നതുകൊണ്ട് ഞാനിപ്പൊ ചോറ് ഉണ്ടാറില്ല. എന്താ കാര്യം? തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? മന്നാടിയന്മാർ ആരെന്നറിയാതെ അവരുടെ ആനയെ തളയ്ക്കാൻ ധൈര്യം കാട്ടി അവനെ വേണം നമുക്ക് തീറ്റി പോറ്റാൻ. ഇനി അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി. ശരിയാ, ഇന്ന് ആനയെ തളച്ചവൻ നാളെ ആർച്ചയെ തളക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ആർച്ചയിപ്പാരും തളയ്ക്കണ്ട, അതിന് ഞാനുണ്ട്. ഈ ആനയെ തളച്ച വക്കീൽ എവിടെ? അവനെ എനിക്ക് വേണം. അറിഞ്ഞോ അറിയാതെയോ അവൻ അടിച്ച ഓരോ അടിയും മന്നാടിയാന്മാർക്ക് ശരിക്കും കൊണ്ടില്ലേ? അങ്ങനെ നാറിയില്ലേ മന്നാടി കൊട്ടാരം? ഏതോ ഒരു വഴിപോക്കൻ വക്കീലിനോടും പോലീസിനോടും അങ്ങാടിയിൽ തോറ്റിട്ട് വന്ന് നിൽക്കുന്നു. നാണമാവില്ല എന്റെ ചേട്ടന്മാർക്ക്. പോ, വണ്ടി എടുക്കടാ. മന്നാടിയാന്മാരുടെ ശൗര്യം അവന് കാണിച്ചു കൊടുക്കാം. എന്നാ ഞാൻ കോടതി പോയി ഒരു കാൽ ദിവസം മുൻകൂർ ജാമ്യം എടുത്തിട്ട് വരാം. നിക്ക്. വെട്ടി നുറുക്കാനല്ല അവനെ കാണാൻ പറഞ്ഞത്, അവൻ നമുക്കെതിരെ വാദിക്കാതിരിക്കാനാ. വാദിക്കാതിരിക്കാനോ? അതെ, ആ പോലീസുകാർ അയാൾ അവരുടെ വക്കീലായി നിയമിച്ചിരിക്കും. ഈ മന്നാടിപുരം കാണാത്ത കേൾക്കാത്ത ഒരു വക്കീലിനെ അവർക്ക് ആവശ്യം. അറിയാത്തവന് പേടിയില്ലല്ലോ. അവർ അവനെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിന് മുൻപ് മന്നാടിയാന്മാർ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം. എന്തിന്? നമ്മുടെ കുടുംബ വക്കീലായി ഇവിടെ വാഴിക്കാൻ. അപ്പൊ ഞാനോ? മന്നാടിയാന്മാരുടെ തൊഴുത്തിൽ കുറെ ചാവാലി കാളകളുണ്ട്, അതിലൊരാളായി കൂട്ടിക്കൊള്ളാം. പോരെ? എന്താ കാളെ പോരെ? നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് രണ്ട് പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ ഒറ്റ കേസ് കൊണ്ടായിരിക്കും നിന്റെ രാജയോഗം തെളിയാൻ പോണത്. എന്നെ കൊലയ്ക്ക് കൊടുത്തേ നിനക്ക് സമാധാനം ആവത്തുള്ളല്ലേ? അപ്പൊ നിനക്ക് എന്നെ കൊലയ്ക്ക് കൊടുത്താലും സമാധാനം ആവുള്ളല്ലേ? അതെങ്ങനെ? ഞാൻ അവരത് കാശ് മേടിച്ചു പോയി. നീ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു അജ്ഞാതിന്റെ ഡെഡ് ബോഡി കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? വിളി വിളി വിളി. താങ്ക് യു. വരൂ വരൂ വരൂ, കടന്നു വരൂ. താങ്ക് യു. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരമൊന്നും അല്ലല്ലോ മന്നാടിപുരത്തൊന്നും ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ വന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി ഇവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ, ചുവന്നിട്ടില്ലേ? ചെറ്റേ, പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറഞ്ഞ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ച ഒന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ്. അതെ, ആറ്റിനക്കരെ കാറ് വരുമല്ലോ. സമയാവുമ്പോ ആംബുലൻസ് വന്നോളൂ ബോഡി എടുക്കാൻ. എന്താ?
സേതു ചട്ടികൾ പറഞ്ഞു ചട്ടികൾ ദാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ചട്ടികൾ. അയ്യോ ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ലടാ പട്ടികളെ. മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര അടിച്ചൊതുക്കട ഇവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? അയ്യോ നീ എന്തിനടാ മുങ്ങണേ? പോയി അവന്മാരെ അടിക്കടാ. അങ്ങനെ മാടി. എന്നെ കൂടെ കൊണ്ടുപോടാ. എടുക്കടാ. പിടിയടാ. എങ്ങോട്ട് എന്നെ കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ. ഞാൻ ചത്തിട്ടില്ല. കുഴിച്ചിടാനാ? അയ്യോ അയ്യോ ഓടി വരണേ കള്ളൻ. അയ്യോ മിണ്ടരുത് മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിട്ടെടുക്കും കൊണ്ടാരമേ. നീ പിടിച്ച് കെട്ടവനെ.